everyone. OETയുടെ റീഡിംഗ് മൊഡ്യൂൾ ടഫ് ആയിട്ടുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഐ ആം ഷാരിക ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി. നമ്മുടെ ട്രെയിനിങ് ടൈമിലൊക്കെ നമ്മുടെ ട്യൂട്ടേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒന്നുമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ചിലപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ 1 month അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 months നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ 3 months അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് എങ്ങനെ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം എക്സ്ട്രാ വായിക്കാതെ എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങൾ എത്ര പേർക്ക് റീഡിംഗ് ഹാബിറ്റ് ഉള്ളവരാണ്? എനിക്ക് ആ ഹാബിറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് റീഡിംഗ് കുറച്ച് ടഫായിരുന്നു. ഞാൻ ഓൾറെഡി ഇവിടെ നമ്മുടെ അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു മെറ്റീരിയൽ ഡെയിലി എന്തായാലും ഞാൻ അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യും. വീട്ടിൽ ചെന്ന് പലപ്പോഴും എനിക്ക് ടൈം കിട്ടാറില്ലായിരുന്നു എല്ലാ മൊഡ്യൂളും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവർ കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ വീട്ടിൽ അവർക്ക് വേറെയും വർക്ക്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രാക്ടീസ് ചെയ്യാൻ. എന്തായാലും നമുക്ക് ടഫായിട്ടുള്ള മൊഡ്യൂൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വീട്ടിൽ ചെന്ന് ചെയ്ത് നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഹാബിറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് മൊത്തത്തിൽ 3 പാർട്ടാണ് റീഡിങ്ങിനുള്ളത്. പാർട്ട് A, B ആൻഡ് C. പാർട്ട് എയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ആകെ നമുക്ക് 15 minutes ടൈമേ ഉള്ളൂ. ഈ ടൈമിൽ നമുക്ക് ഇങ്ങനെ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. പാർട്ട് C ആണ് ഞാൻ ഇവിടെ പറയുന്നത്. പാർട്ട് സിയിൽ 2 ടെക്സ്റ്റ് ഉണ്ട്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അക്കാഡമിയിൽ 2 ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നും അതുപോലെ തന്നെ CGയും C1 C2 2 ടെക്സ്റ്റ്, മൊത്തത്തിൽ 4 ടെക്സ്റ്റ് നമ്മളൊരു ദിവസം ചെയ്യാറുണ്ട്. ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരുന്നത്? പാരഗ്രാഫ് 1-ൽ ഓഥർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാരഗ്രാഫ് 4-ൽ എന്താണ് പറയുന്നത്, അയാളുടെ ഒപ്പീനിയൻ എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് 1 കഴിഞ്ഞ് 4-ലേക്ക് പോകാതെ 1 കഴിഞ്ഞ് 2 വായിക്കാം, 3 വായിക്കാം. നമുക്ക് കുറച്ച് ടൈം ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ആ സ്കിപ്പ് ചെയ്ത് കളയാതെ നമ്മളത് ശ്രദ്ധിച്ച് നല്ലതുപോലെ ഒന്ന് വായിച്ച് നോക്കി നമുക്ക് അതിൻ്റെ കോണ്ടന്റ് മനസ്സിലാകും, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടും, നമ്മുടെ ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. നമുക്ക് എക്സ്ട്രാ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ചെയ്യുന്ന കാര്യം തന്നെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്താൽ മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് ആൻസർ ഇപ്പം കറക്റ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ആൻസർ തെറ്റായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നെക്സ്റ്റ് ടൈം ശരിയാക്കാം. അങ്ങനെ വിചാരിക്കാതെ ഒരു എക്സ്ട്രാ ഒരു 2 minutes അല്ലെങ്കിൽ ഒരു 3 minutes എടുത്തിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ആൻസർ നമുക്ക് അവിടെ തെറ്റ് വന്നത്, മിക്കവാറും നമ്മൾ വായിക്കുമ്പോൾ ഉള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ആൻസർ തെറ്റാറുള്ളത്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും അല്ലേ? ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇതുകൊണ്ടാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ വേർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ബുക്കിൽ എഴുതി വെക്കാം. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്കൊരു ബുക്കിൽ എഴുതി വെക്കുക ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ്. എഴുതി വെച്ചാൽ മാത്രം പോരാ, നമ്മൾ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊന്ന് വായിച്ചുകൂടെ നോക്കണം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എക്സ്ട്രാ ഒന്നും വായിക്കുകയും വേണ്ട, എന്നാലോട്ട് നമുക്ക് ഹാബിറ്റും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. Okay, this is the tip of the day, and thank you so much for watching this video, and we will be back with another one. Bye.